എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ആരോഗ്യ ദർശനത്തിൽ ചർച്ച ചെയ്യുന്നത്. ചൂടുകാലത്തെ ചർമ്മരോഗങ്ങളും ഇതിൻ്റെ പരിചരണവും. അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജിസ്റ്റ് സീനിയർ റെസിഡൻറ്റ് ഡോക്ടർ ഇബിലിനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡിലേക്ക് ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം. നമസ്കാരം. അപ്പോൾ നമുക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ എന്താണ് പറയുക, അവരവരുടെ സ്കിന്നൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ചൂടുകാലത്താണ് സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളത്, ടാൻ ആയാലും എന്തായാലും. അപ്പോൾ ഈ ചൂടുകാലത്ത് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് സ്കിൻ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ അതേത് തരത്തിലാണ്, എങ്ങനെയാണ് കാരണം? ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ ഒന്നാമത് നമുക്ക് സൂര്യൻ്റെ ആഘാതം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉയർന്ന താപനില, ടെമ്പറേച്ചർ നന്നായിട്ട് കൂടുന്നത് കാരണം നമ്മൾ ഒത്തിരി വേർക്കുന്നു. അപ്പോൾ വേർപ്പൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ശരീരഗ്രന്ഥികളിൽ നിന്ന് പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചൂടുകുരു പോലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. പിന്നെ ഈ വേർപ്പ് ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഈ ഇൻഫെക്ഷൻസ്, അണുബാധകളുണ്ടാവാം, ഫംഗൽ ഇൻഫെക്ഷൻസ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ വരാം. പിന്നെ ഈ സൂര്യാഘാതം കാരണം സൂര്യൻ്റെ ഈ UVA UVB റേസ് കൂടുതൽ വരുന്നത് കാരണം തന്നെ ചിലവർക്ക് രണ്ട് രീതിയിലായിട്ട് അത് പ്രതികരിക്കാം. ഒന്ന്, അതിനോട് ഒരു അലർജിക് മാനിഫെസ്റ്റേഷൻ പോലെ വരാം, അല്ലെങ്കിൽ ചിലവരിൽ അത് ഡയറക്റ്റായിട്ട് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാം. അതിനെയാണ് ഈ സൺബേൺ എന്നൊക്കെ പറയുന്നത്. ഒരു കോമൺ ടേമാണ് ഇന്നത്തെ കാലത്ത്. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വേനൽക്കാലത്ത് നമ്മൾ കണ്ടുവരാറുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ സൂര്യാതപം, സൺബേൺ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കുട്ടികളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, വലിയ ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ സൂര്യാതപം ഏറ്റവും മരിച്ചിട്ടുണ്ട് ആളുകൾ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രയാസം. അപ്പോൾ ഈ ഒരു ചർമ്മ സംരക്ഷണം നമുക്ക് എങ്ങനെ, എസ്പെഷ്യലി ഈ ചൂടുകാലത്ത് എങ്ങനെ കൊണ്ടുപോകാം, നമ്മുടെ ചർമ്മം എങ്ങനെ സംരക്ഷിക്കാം? നമുക്ക് കൂടുതലും ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് സൺസ്ക്രീൻ അതുപോലുള്ള സംഭവങ്ങളുണ്ട്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പരമാവധി ഒരു കുടയോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും യൂസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ, ഈ പോളിസ്റ്റർ, നൈലോൺ അതുപോലുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ കോട്ടൻ്റെ ഡ്രസ്സ്, ലിനൻ്റെ ഡ്രസ്സ്, അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ എയർ സർക്കുലേഷൻ വരും. അപ്പോൾ അതും കുറച്ചും കൂടെ ചൂട് നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് കുളിക്കുക എന്നുള്ളത്. ഒരു 2 നേരമെങ്കിലും നമ്മുടെ ഈ കാലാവസ്ഥയിൽ ശരിക്കും 2 നേരമെങ്കിലും കുളിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഈ വേനൽക്കാലത്ത്. അതും തണുത്ത വെള്ളത്തിൽ തന്നെ, ചൂടുവെള്ളം ഉപയോഗിക്കാതെ തണുത്ത വെള്ളത്തിൽ. പിന്നെ നമുക്ക് ഫുഡും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരുപാട് വറുത്ത എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ അതൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, വെജിറ്റബിൾസ് ഒക്കെ കുറച്ചും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ബോഡി ഹീറ്റ് പ്രൊഡക്ഷൻ കുറച്ച് കുറയും. അപ്പോൾ നമുക്ക് അതും കുറച്ചൊക്കെ സഹായിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഇപ്പം നമ്മൾ ഒരുപാട് ക്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഓൾറെഡി സൂര്യതാപം അല്ലെങ്കിൽ സൂര്യനെ വെയിലേൽക്കരുത് എന്ന് പറയാൻ സാധിക്കും, പക്ഷെ പല ആളുകൾക്കും പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. ഫുൾ ടൈം നമുക്ക് അടച്ചിട്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രൊട്ടക്റ്റീവായിട്ട് നല്ല സൺ എക്സ്പോഷർ ഉള്ള ആൾക്കാരിൽ നമുക്ക് സൺസ്ക്രീൻ എന്തായാലും പറയാം. ഒരു SPF 50 മുതലുള്ള സൺസ്ക്രീൻ നമുക്ക് എന്തായാലും അഡ്വൈസ് ചെയ്യാം. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മിക്കവാറും സൺസ്ക്രീനുകളും തന്നെ കുറച്ച് ചെറിയ പീരീഡ് മാത്രമേ അതിൻ്റെ എഫക്റ്റ് പെർസിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലും പോകുന്നതിന് അരമണിക്കൂർ മുന്നെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. പിന്നെ ഓരോ 2 മണിക്കൂറിലും അല്ലെങ്കിൽ 2 to 3 hours എങ്കിലും സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം. എന്നാൽ വെയിലത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ റീഅപ്ലൈ ചെയ്തിരിക്കണം. എന്നാലേ ശരിക്കും അതിൻ്റെ എഫക്റ്റ് വരുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നന്നായി ഒന്ന് വേർത്തു, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നന്നായി വേർത്തു, ഭയങ്കര ചൂട് കാരണം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ സൺസ്ക്രീൻ പോയി. അത് അപ്പം തന്നെ പിന്നെയും റീഅപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ചില സൺസ്ക്രീൻ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടെ അവേഴ്സ് നീണ്ടു നിൽക്കുന്നതായിട്ട് പറയുള്ളൂ. അപ്പോൾ സൺസ്ക്രീൻ അങ്ങനെ പ്രശ്നമുള്ളവരിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ
പരമാവധി ഇതുപോലെ കൊടകളോ എന്തെങ്കിലും ബാരിയർ, ആ ബാരിയർ പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാ പറയുക. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ടിപ്പിക്കൽ യൂസ് ഓഫ് സൺസ്ക്രീൻ വളരെ കുറവാണ്. നമ്മൾ സൺസ്ക്രീൻ എന്തൊക്കെ നമ്മൾ പുറത്തൊക്കെ എന്തെങ്കിലും ബിസി ആയിട്ടിരിക്കുമ്പോൾ സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്യൽ ഭയങ്കര പാടാണ്. പിന്നെ സൺസ്ക്രീൻ്റെ റേറ്റ്, അഫോർഡബിലിറ്റി ഒക്കെ വളരെ പ്രശ്നമുള്ളത്, സാധാരണക്കാർക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും കുട പിടിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല മെറ്റീരിയലുള്ള തുണി കൊണ്ട് മൂടുവാണെങ്കിലും അത്രയും നല്ലതാണ്. അത്രയും സൺ ഏൽക്കില്ല, നമുക്ക് ഏൽക്കില്ല. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ സ്വാഭാവികമായും പല ക്രീംസും യൂസ് ചെയ്യുന്നുണ്ടല്ലോ ആളുകൾ. ഇപ്പോൾ വെയിലത്താണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ പല തരത്തിലുള്ള ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ കൂടി എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആയതോട് കൂടിയിട്ട് കൂടുതൽ ഐറ്റംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ ചൂടുകാലത്തൊക്കെ അങ്ങനെ പല ക്രീംസും ഇപ്പോൾ കൈകളിലായാലും ഫേസിലായാലും യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും എഫക്റ്റ് കൂടുതൽ സാധ്യതയുണ്ടോ? ചൂടുകാലത്ത് പൊതുവേ ഒരുപാട് ലേയേഴ്സ് അപ്ലൈ മോയ്സ്ചറൈസർ ആയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ അവരുടെ ശരീരത്തിന് സ്കിന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് നമുക്ക് ഒത്തിരി ലെയറിങ്, ഇങ്ങനെ ഒരുപാട് ക്രീംസ് സീറംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് മൊത്തത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒന്നാമത് നമുക്ക് നല്ല ഓയിൽ പ്രൊഡക്ഷൻ, നല്ല സ്വെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ പുറത്ത് നമ്മൾ ക്രീംസും കൂടെ ഇടുമ്പോൾ ഇതുപോലെ തന്നെ ഈ ഗ്രന്ഥികൾക്ക് ഈ വേർപ്പൊക്കെ ഡ്രെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് ഈ ചൂടുകുരു പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പരമാവധി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കുന്നതാണ് നല്ലത്. ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതെ അതെ, അവരുടെ സ്കിന്നിന്റെ ആവശ്യത്തിനനുസരിച്ച് അതിനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് മാത്രം എന്തെങ്കിലും സീറംസോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യുക. പിന്നെ ഈ ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് പറയുക, പുതിയ കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ പലതും പല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. നമ്മളെ വെളുപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇതിലൊക്കെ വരുന്ന വിവിധ കെമിക്കൽസ് അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നുണ്ട്? നമ്മുടെ നോർമൽ സ്കിന്നിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം നമ്മളിപ്പോൾ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. അതൊന്നും ഒരു നിർബന്ധമല്ല. ഇപ്പോൾ എല്ലാവരും അത് പറയുന്നതിന് അതപ്പോൾ അവരുടെ സ്കിന്നിൻ്റെ കാര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നതാണ് ഈ സെലിബ്രിറ്റീസ്. പക്ഷെ അതൊരിക്കലും നമുക്ക് അതേപോലെ ബാധകമാവണം എന്നില്ല. നമ്മുടെ സ്കിന്നിൻ്റെ ആവശ്യങ്ങൾ വേറെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് മാത്രം ചെയ്യുക. അപ്പോൾ ഒന്നും ഒരു നിർബന്ധമല്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ വരുമ്പോൾ തന്നെ ഒരു നിർബന്ധം പോലെ പറയുന്നുണ്ട്. അത് ഒരിക്കലും ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഉള്ളത് മാത്രം ചെയ്താൽ മതി. അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ എടുക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് മനസ്സിൽ വെക്കുക. എന്നിട്ട് വന്ന് കാണുമ്പോൾ നമ്മളോട് സജഷൻസ് ചോദിക്കാം, ഇങ്ങനെയൊക്കെ വേണോ, എൻ്റെ സ്കിന്നിന് അതിൻ്റെ ആവശ്യമുണ്ടോ. അപ്പോൾ അത് ചോദിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള അഡ്വൈസ് തരും. ഈ സ്കിന്ന് പല ടൈപ്പ് ആയിരിക്കും അല്ലേ? പല ആളുകളിലും പല രീതിയിലായിരിക്കും. ഇപ്പോൾ ചിലത് ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, വെറ്റായിട്ടുള്ള അങ്ങനെ ഉണ്ടോ ശരിക്കും? എങ്ങനെയാണ്? ഉണ്ട്. ഓരോ സ്കിൻ ടൈപ്പും വേറെയാണ്. അപ്പോൾ ചിലവർക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, ചിലവർക്ക് ഭയങ്കര ഓയിലി സ്കിന്നാണ്, ചിലവർക്ക് ഈ ടീ സോൺ എന്നൊക്കെ പറഞ്ഞ് പല ഏരിയയിൽ പല ടൈപ്പായിട്ട് വരും. അപ്പോൾ അവരൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ വേണം ഓയിൻമെൻറ്റ്സും ക്രീംസും ഒക്കെ പുരട്ടാനായിട്ട്. പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളുടെ ഒരു അഡോളസെൻറ്റ് പ്യൂബർട്ടി ഏജ് ഗ്രൂപ്പിലൊക്കെ ഈ മുഖക്കുരു അങ്ങനെ പല അസുഖങ്ങൾ വരാനുള്ള കാരണമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ ഒരുപാട് മോയ്സ്ചറൈസറും അങ്ങനെയൊക്കെ അനാവശ്യ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുരു പ്രിവെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരികയാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചിട്ട് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഈ ഡെയിലി പലതരത്തിലുള്ള ഫേസ് വാഷ് പോലുള്ള പല സാധനങ്ങൾ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് ചെയ്യാറുണ്ട്. കാരണം ഓൾറെഡി കുറേ ചെളിയും കാര്യമൊക്കെ അടിഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മുടെ ഫേസിനെ, നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഇല്ല, ഫേസ് വാഷ് ചെയ്യുന്നത് ഒരിക്കലും കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. അതിപ്പോൾ സോപ്പാണെങ്കിലും സാധാ ഫേസ് വാഷ് ആണെങ്കിലും ദോഷമൊന്നുമില്ല. അത് നോക്കി ചെയ്യണമെന്നേ ഉള്ളൂ. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫേസ് വാഷുകളുണ്ട്, അത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം അത് നോക്കി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ട. ചിലവർക്ക് ഇപ്പോൾ ചില കമ്പോണൻറ്റ് ചിലവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാം. അതിപ്പോൾ കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവാണ്, ഓരോ പേഷ്യൻറ്റിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ മൊത്തത്തിൽ ഫേസ് വാഷ് ഉപയോഗിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്തൊക്കെ ഒരു രാവിലെയും വൈകിട്ടും എങ്കിലും ഒന്ന് മുഖം ഒന്ന് കഴുകുന്നത് നല്ലതാണ് ആക്ച്വലി.
ഈ കുട്ടികളിലേക്ക് വരുന്ന സമയത്ത് ചെറിയ കുട്ടികളിൽ ഈ ഒരു ചൂടുകാലത്ത് കൂടുതലായിട്ടുള്ള ഇഷ്യൂസ് കാണാം നമുക്ക് പലപ്പോഴും. അപ്പോൾ അവരിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അതെങ്ങനെയാണ് കുട്ടികളിലേക്ക് ഈ ഒരു കാലത്ത് ഏത് രീതിയിൽ നമുക്ക് അവയെ യൂസ് ചെയ്യാൻ പറ്റും എന്താണെങ്കിലും? കുട്ടികളിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരുപാട് പൗഡേഴ്സ്. ഇപ്പൊ ഈ വേനൽക്കാലത്ത് ഒത്തിരി പേര് പൗഡേഴ്സ് ഇടുന്നുണ്ട്. പൗഡേഴ്സ് ഇടുന്നത് ശരിക്കും ഈ ഗ്രന്ഥികൾ സ്വെറ്റ് ഗ്ലാൻസ് എന്ന് പറയും, ഈ സ്വെറ്റ് ഗ്ലാൻസിനൊക്കെ ശരിക്കും ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ മടക്കുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് പൗഡർ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം അമ്മമാർ കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കുറേ പൗഡറൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് പൗഡർ ഇടുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ അത് ശരിക്കും നല്ലതല്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ 2 നേരം കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ ഇടിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയലൊക്കെ ശ്രദ്ധിച്ചുള്ള ഡ്രസ്സുകളൊക്കെ ഇടിയിപ്പിക്കാം. പൗഡേഴ്സ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കുട്ടികൾ ഈ ബേബി ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉള്ളത്? ബേബി ക്രീംസ് നല്ലതാണ് ആക്ച്വലി. ഇടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ചില കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ കുട്ടികളുടെ സ്കിന്നൊക്കെ അവരുടെ ആ ഒരു മെച്യൂരിറ്റി അച്ചീവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, നമ്മുടെ അഡൽട്ട് സ്കിൻ പോലെയല്ല. അപ്പം നമ്മൾ കുറച്ച് കെയർ കൂടുതലായിട്ട് എടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ബേബി പ്രോഡക്ട്സ് ഒക്കെ വ്യത്യാസമായി തന്നെ വരുന്നത്. നമുക്ക് അഡൽട്ട് ഷാംപൂസ് ഒന്നും കുട്ടികളിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ എന്താണെങ്കിലും ഒരു കെയർ കൊടുക്കണം. ഇപ്പോൾ മിക്കവാറും കുട്ടികളിൽ ഇപ്പോൾ വേനൽക്കാലത്തെ കാര്യമല്ല പറയുന്നത്, അല്ലാത്ത സമയത്തൊക്കെ കുട്ടികളിൽ കൂടുതലും ഡ്രൈ സ്കിൻ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ കൂടുതലും ക്രീംസാണ്, മോയ്സ്ചറൈസിങ് ലോഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ഈ ഡെർമറ്റോളജിയിൽ നമ്മുടെ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഹെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. ഈ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ മുഴുവനായിട്ടൊന്ന് ഡ്രൈ ആയി അല്ലെങ്കിൽ പിന്നെ വേർക്കുന്നതും എല്ലാം ഈ ഒരു സമയത്താണ് സംഭവിക്കുക. അപ്പോൾ ഈ കുളിക്കുന്ന സമയത്ത് ഷാമ്പൂ ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്ത് കുളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തലയിൽ സോപ്പ് യൂസ് ചെയ്ത് കുളിക്കുകയാണെങ്കിൽ കൂടുതൽ ഡ്രൈ ആവുകയാണോ ചെയ്യുന്നത്? അത് ദോഷമാകുന്നുണ്ട് ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും. ഈ സ്കിന്നിൻ്റെ ടൈപ്പ് പറഞ്ഞ പോലെ തന്നെ ആൾക്കാരിൽ സ്കാൽപ്പിനും ഉണ്ട്. അപ്പോൾ സ്കാൽപ്പ് തലയോട്ടിയിൽ നമുക്ക് ചില ആൾക്കാരിൽ നല്ല എണ്ണമയം ഉണ്ടാവും. ഈ വേനൽക്കാലത്ത് ആ എണ്ണമയവും കൂടെ കൂടുമ്പോൾ ഭയങ്കരമായിട്ട് കട്ട പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ എണ്ണ പുരട്ടുക എന്നുള്ളതും ഈ അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ആ സമയങ്ങളിൽ നല്ല ഷാമ്പൂ ഇട്ട് കഴുകുന്നത് തന്നെയാണ് നല്ലത്. ഒന്നരാടൻ അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഈ ഷാമ്പൂ യൂസ് ചെയ്യുന്നതിന് ശരിക്കും ഒരു കുഴപ്പമൊന്നും ഉള്ളതല്ല. സോപ്പ് അതുപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഷാമ്പൂ. അപ്പോൾ ഷാമ്പൂവിൽ ദോഷം എന്താണെന്ന് വെച്ചാൽ ചില കണ്ടൻസ് ചിലവർക്ക് ഇറിറ്റേഷനോ ചിലവർക്ക് അലർജിയോ ഉണ്ടാവാം. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഈ ഷാമ്പൂ ഒക്കെ ഡെയിലി യൂസ് ചെയ്തെന്ന് ഓർത്തിട്ടും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടന്റ് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഷാമ്പൂ ഇടുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചിലവരിൽ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കും. അതിപ്പോൾ വേനൽക്കാലത്താണെങ്കിലും വേർക്കുവാണെങ്കിലും ചിലവരിൽ ഡ്രൈ ആയിരിക്കാം. അപ്പോൾ വേണമെങ്കിൽ എണ്ണ പുരട്ടി ഒന്ന് ഷാമ്പൂ ഇട്ടെന്ന് ഓർത്തിട്ട് കുഴപ്പമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും ഒരു 2 to 3 days കൂടുമ്പോഴെങ്കിലും ഹെയർ ഷാമ്പൂ വാഷ് ചെയ്തിരിക്കണം. സോപ്പിട്ട് നമ്മൾ സ്കിന്ന് വാഷ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഹെയറും വാഷ് ചെയ്യണം. 2-3 ദിവസത്തിൽ എന്തായാലും ചെയ്യാം, ഹെയർ വാഷ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഐറ്റംസിൽ ഓൾറെഡി കോസ്മെറ്റിക് ആയിട്ട് വരുന്ന ഐറ്റംസ് ആയിക്കോട്ടെ, ഫേസ് വാഷ് പോലുള്ള ഐറ്റംസ് ആയിക്കോട്ടെ, അത് എത്രത്തോളം വിശ്വാസ്യത ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ടിപ്സ് എന്താ പറയുക, ഇപ്പോൾ സൺസ്ക്രീന്, ഫേസ് വാഷ്, മറ്റ് ക്രീംസ് ഇവയൊക്കെ പല തരത്തിൽ പല കമ്പനികളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക്? സ്വാഭാവികമായി എല്ലാവരും ഒരു ഡോക്ടറെ കൺസൾട്ടൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം യൂസ് ചെയ്യുമ്പം സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമതൊരു പോപ്പുലർ റിവ്യൂ നോക്കുക. നമുക്ക് യൂട്യൂബിലും ഇപ്പൊ എല്ലാവരും ഗൂഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. കുറച്ച് റിവ്യൂ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കാണേണ്ട കേസുകൾക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സ്ഥിരമായി സാധാരണ വാങ്ങുന്ന സാധനം. പിന്നെ എല്ലാ പ്രോഡക്ട്സിനെയും മോശമാക്കി കാണുന്നതല്ല. ഓരോരുത്തരുടെ എല്ലാം ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടായിരിക്കും അവരുടെ റെസ്പോൺസ്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവണം. അപ്പോൾ എന്ത് സാധനം യൂസ് ചെയ്യുവാണെങ്കിലും ആദ്യം ഒരു ചെറിയ ടെസ്റ്റ് പാച്ചോ ചെറിയൊരു സ്ഥലത്ത് നോക്കാം, നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ബേണിങ്ങോ ഉണ്ടോ നോക്കാം. പിന്നെ എല്ലാം ആ രീതിയിലൊന്ന് കാണാം. ആദ്യം ഒരു ഒബ്സർവേഷൻ പീരീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ കുറച്ച് കാലം നമ്മളിത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ പ്രശ്നം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
നോക്കിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. മേടിക്കുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ റിവ്യൂവിങ്. നമുക്ക് എല്ലാത്തിലും ഇപ്പോൾ ഒരുപാട് സോഴ്സ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാ തവണയും കൺസൾട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കിതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ആനുകാലികമായിട്ട് ഞാൻ പറഞ്ഞ ബ്യൂട്ടി കോൺഷ്യൻ്റ് ആയിട്ടുള്ളൊരു സമയം ആണ്. അപ്പോൾ പലരും രാത്രിയിലൊക്കെ സിറം യൂസ് ചെയ്യാറുണ്ട്. ഈ സിറം യൂസ് ചെയ്യുന്നതിൽ ഗുണമാണോ ദോഷമാണോ? സീറം അത് പറഞ്ഞല്ലോ, ഈ സീറം എന്ന് പറയുന്നത് ഒരു സീറം എന്ന് പറയുന്ന ഒരു സാധനമല്ല. അതിനകത്ത് നമുക്ക് ഒത്തിരി കണ്ടന്റ്സ് ഉണ്ട്. ഇപ്പൊ ചിലപ്പോ വിറ്റാമിൻ ഇപ്പോൾ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സാധനങ്ങൾ ഹൈലൂറോണിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, നയസിനമൈഡ് സിറം, ഇതൊക്കെ എല്ലാവരും ഒരു ജനറലൈസ് ചെയ്ത് എല്ലാവരും പുരട്ടണം എന്നുള്ളൊരു നിർബന്ധം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയില്ല. പക്ഷെ അതൊരിപ്പോൾ ഒരു ട്രെൻഡാണ് അങ്ങനെ പുരട്ടണം എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഓരോ ഇൻഡിക്കേഷൻ ഉണ്ട്. ആക്ച്വലി ഇതൊന്നും മോശപ്പെട്ട കണ്ടന്റ് അല്ല. സാലിസിലിക് ആസിഡ്, നയസിനമൈഡ് ഒക്കെ പ്രോപ്പർലി നമ്മൾ മെഡിക്കേഷനിൽ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ അതിൻ്റെതായ കാരണങ്ങൾ കാണുമ്പോൾ നമ്മളത് ചെയ്യും, അത് കൊടുക്കും. അല്ലാതെ ഡെയിലി അത് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. അത് ചില കുട്ടികൾക്ക് അത് ചിലപ്പോൾ കുരുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുരുക്കൾ ഉണ്ടാവാം, ചിലവർക്ക് ഇറിറ്റേഷൻ പോലെ വരാം, ബേൺസ് പോലെ വരാം, പീലിങ്, അങ്ങനെ ചിലപ്പോൾ ഡ്രൈ ആവാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചില കുട്ടികൾ കാണാറുണ്ട്. മാക്സിമം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക, ഫേസ് എപ്പോഴും ക്ലീൻ ചെയ്യുക. ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ, അതിപ്പോൾ നിങ്ങൾക്ക് കുരു വരുന്നതാണെങ്കിൽ കുരു വരാത്ത രീതിയിലുള്ള മോയ്സ്ചറൈസറുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഡോക്ടറെ കണ്ടില്ലെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ധാരണയുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്രീംസ് നിങ്ങൾ ഡ്രൈ ആണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷെ കൂടുതലും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇത്തരം യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വിദഗ്ധോപദേശം തേടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ടൻ്റ് ആ കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നമുക്ക് ഒരു കംഫർട്ട് ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ? അതെ. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇപ്പോൾ ഒത്തിരി നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുന്ന ആളാണെങ്കിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ലൊരു സൺസ്ക്രീൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ റിവ്യൂയിങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം. അതിൽ ദോഷമില്ല. ഈ സീറംസ് അങ്ങനെയുള്ള മെഡിക്കേറ്റഡ് സാധനങ്ങൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രശ്നം വരുന്നത്. അതിപ്പോൾ പരമാവധി ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും നമ്മുടെ ആനുകാലികമായി നോക്കുകയാണെങ്കിൽ പലരും അവരവരുടെ ശരീരവും അവരവരുടെ സൗന്ദര്യമൊക്കെ സംരക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആ ഒരു ട്രെൻഡ് തന്നെയുള്ള കാലമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സേവനം, ഒരു ഉപദേശം എത്രത്തോളം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് കൂടി നമുക്ക് ഇന്നത്തെ ഒരു ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡ് നൽകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരു വിദഗ്ധോപദേശം തേടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായം അനിവാര്യമായി വരുന്നു. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകുകയായിരുന്നു ഡോക്ടർ എവ്ലിൻ. നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി സീനിയർ റെസിഡൻ്റാണ്. ഒരുപാട് സന്തോഷം ഈ വേദിയിലെത്തിയതിന്, ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്. അടുത്ത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഡോക്ടറും മറ്റൊരു വിഷയവുമായിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർക്ക് പ്രത്യേകമായ നന്ദി.